Hey guys, ഞാൻ റാസി. ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് 2010 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ആണ്. ഇത് ZXi ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ABS, ക്ലൈമറ്റ് കൺട്രോൾ അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ് പെട്രോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ സർവീസിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. സ്വിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർ, സ്വിഫ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ വണ്ടികളും യൂസ് ചെയ്യുന്നവർ ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, നിങ്ങൾക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കൂളൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ കൂളൻ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, കൂളൻ്റ് പെർഫെക്റ്റ് ആണ്. കൂളൻ്റ് ഗ്രീൻ കളറാണ്. കൂളൻറ്റിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ കൂളൻ്റ് നമ്മൾ ഇതിൻ്റെ മാറേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷനാണ്. എൻജിൻ ഓയിലിൻ്റെ ലെവൽ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എൻജിൻ ഓയിൽ നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മാറിയിട്ട് അധികം സമയം ആയിട്ടില്ല ഇത്. അതുപോലെ നമ്മുടെ ക്ലച്ചിൻ്റെ റിലീസ് ബിയറിങ്ങിന് ചെറിയൊരു നോയ്സ് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. റിലീസ് ബിയറിങ് നമ്മൾ ഇതിൻ്റെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ബാക്കി ടോട്ടലി നമ്മൾ എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. ഇത് സ്വിഫ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ബ്രേക്ക് അസംബ്ലിയാണ്. നമുക്ക് കാണാൻ പറ്റും ബ്രേക്ക് ഷൂയുടെ തിക്നെസ് ഒക്കെ കറക്റ്റാണ്. ബ്രേക്ക് ഷൂ കറക്റ്റ് ഉണ്ട് എല്ലാ ഭാഗത്തും. നമുക്ക് വീൽ സിലിണ്ടറിന് ജാമോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതിയ വീൽ സിലിണ്ടറാണ് നമുക്ക് വണ്ടിയിലിരിക്കുന്നത്. ഓക്കെ, നമ്മളിത് ലാസ്റ്റ് വരുന്ന നട്ടാണ്. ഓക്കെ, ഇത് ലോക്കിംഗ് നട്ടാണ് കേട്ടോ. നമ്മളിത് ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് രണ്ട് സൈഡും ഈ നട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് നമുക്ക് ഇത് ടൈറ്റ് വരുന്ന ഈ പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാൻ നമുക്ക് പാർട്ടില്ല, ഇവിടെ ഫ്രീ ആണ്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓവറായിട്ട് ബിയറിങ്ങിനെ ടൈറ്റ് ചെയ്തിട്ട് ഈ പാർട്ടിലേക്ക് ലോക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ബിയറിങ്ങിന് ടെൻഷൻ കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ത്രെഡൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ നട്ട് മേടിച്ചിട്ടുണ്ട്. ജെനുവിൻ ആണ്, നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ മേടിച്ച ജെനുവിൻ നട്ടാണ് ഇത്, TVSൻ്റെ. ഈ നട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ നട്ട് നല്ല സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. ഡ്രം ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ നട്ട് നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ സംഭവിക്കില്ല, എന്നാലും നമുക്ക് ഈ ഒരു നട്ട് നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ വീലൊക്കെ ഊരി ചാടാൻ ചാൻസ് ഉണ്ട്. വണ്ടി ഓടുന്ന സമയത്ത് നല്ല ഹൈ സ്പീഡിലൊക്കെ ആണെങ്കിൽ മേ ബി സംഭവിച്ചേക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, നമുക്കിത് റീപ്ലേസ് ചെയ്യാം. നമ്മൾ നട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട്. നട്ട് ഫിക്സ് ആക്കി നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മിസ്സായി പോവില്ല. ലോക്ക് നമുക്ക് ലൂസാവുന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട, പെർഫെക്റ്റ് ആണ്. കാലിപ്പർ അസംബ്ലിയുടെ പിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ കാലിപ്പർ അസംബ്ലിയുടെ പിന്ന് ബുഷിട്ടാണ് വെച്ചിരുന്നത്. ഓക്കെ, ഇത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ പുതിയ പിന്നാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്കിങ്ങിനൊക്കെ നല്ല പെർഫെക്ഷൻ കിട്ടും, നല്ല സ്മൂത്ത് ആയിരിക്കും ബ്രേക്കിങ്. ഓക്കെ, ഇത് നമുക്ക് മാരുതിയുടെ തന്നെ ജെനുവിൻ പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പിന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ പഴയ പിന്ന്. നമ്മൾ ഈ ഗ്രീസാണ്, ഇത് TVSൻ്റെ ഗ്രീസാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മളിതിൻ്റെ ക്ലച്ച് ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് കണ്ടത് ക്ലച്ചിൻ്റെ കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. ക്ലച്ചിൻ്റെ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ഡിസ്കിനും തേയ്മാനം അധികമില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഡിസ്ക് നമുക്ക് ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് ഇതിൻ്റെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ഒരു സൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ചില സമയങ്ങളിലെല്ലാം റിലീസ് ചെയ്യുമ്പോഴുള്ള, അത് നമ്മളിവിടെ റിലീസ് ബെയറിങ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കാറിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മളത് മാത്രമാണ് ചെയ്യുന്നത്. ക്ലച്ചിൻ്റെ സൈഡിൽ വേറെ കാര്യങ്ങളും നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നില്ല. ഒരു ബോൾട്ട് മിസ്സിങ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ടോപ്പ് സൈഡിൽ ബെൽ ഹൗസിങ്ങിൽ വരുന്ന ആ ബോൾട്ട്, നമ്മൾ മിസ്സിങ് ഉള്ള ബോൾട്ട് നമ്മൾ എക്സ്ട്രാ ഇതിൽ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയുടെ ക്ലീനിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിതിൻ്റെ ഗിയർ ഓയിൽ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. 75W90 ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് നമ്മുടെ സീക്വനൈസറൊക്കെ വരുന്ന ഗിയർ ബോക്സിന് ബെറ്ററാണ്. നമ്മൾ മാറാൻ കാരണം ഇതാണ്, നമ്മുടെ ഗിയർ ബോക്സിൻ്റെ അകത്ത് ഓയിൽ നല്ല ഹാർഡായിട്ടുണ്ട്, ഓയിൽ നല്ല തിക്കായിട്ടുണ്ട്. ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലുള്ള ഒരു തേയ്മാനം സംഭവിച്ച ഒരു കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്, പുതിയ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഓയിൽ ഒഴിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയ ഒരു ടൂളാണ്. ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. താഴെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ പോർട്ടിലേക്ക് ഓയിൽ കയറി പോയിക്കോളും. ഓക്കെ, നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെയും AC കംപ്രസറിൻ്റെയും ബെൽറ്റാണ്. ഇതിൽ ക്രാക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഈ ബെൽറ്റുകളിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, പുതിയ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ആൾട്ടർനേറ്ററിനും അതുപോലെ തന്നെ AC കംപ്രസറിനും നമ്മൾ പുതിയ ബെൽറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ സർവീസിൻ്റെ ഓൾമോസ്റ്റ് ഏകദേശം വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി ക്ലീനിങ് ആണ്. നമ്മൾ പെട്രോൾ കാറുകൾ സർവീസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ത്രോട്ടിൽ ബോഡി ക്ലീനിങ്. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ ബോഡി ക്ലീനിങ് എന്ന പ്രോസസ്സ് നമുക്കൊന്ന് കാണാം. ഈ ത്രോട്ടിൽ ബോഡി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, നല്ല ഡേർട്ടി ആയിട്ടുണ്ട് ത്രോട്ടിൽ ബോഡി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതുപോലെ ത്രോട്ടിൽ ബോഡി നല്ല ഡേർട്ടി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്പ്രേ അടിച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിത് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ശേഷം നമുക്ക് ഈ ബട്ടർഫ്ലൈ വാൽവിൻ്റെ സൈഡുകളൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള കാർബണൊക്കെ നമുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്പ്രേ അടിക്കാം. ഓക്കെ, നമുക്ക് ഈ എഡ്ജ് വരുന്ന സൈഡിലേക്ക് കുറച്ച് സ്പ്രേ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ത്രോട്ടിൽ ബോഡിയുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്യാം. നമ്മുടെ ഗിയർ ബോക്സ് അയച്ചുകൊണ്ട് തന്നെ കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ബാലൻസ് ഉണ്ട്, നമുക്കതൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, കാറിൽ നമുക്ക് എൻജിൻ ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും ഇതുപോലെയുള്ള. ഓക്കെ, അപ്പം ഈ എൻജിൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കാറ് വരുന്ന സമയത്ത് ഇവിടെ എൻജിൻ ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലൈറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഗിയർ ബോക്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സെൻസർ കാര്യങ്ങളൊക്കെ അഴിക്കുന്നുണ്ട്. മേ ബി ആ സമയങ്ങളിൽ വന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ മാസ് എയർ ഫ്ലോയുടെ സെൻസർ റിമൂവ് ചെയ്തായിരുന്നു, ആ സമയത്തും വരാൻ ചാൻസ് ഉണ്ട്. നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് റേസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഇത് ഇറേസ് ചെയ്യാൻ പോവുകയാണ്. ക്വിക്ക് ഇറേസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ എൻജിൻ ലൈറ്റ് പോയിട്ടുണ്ട്, ഇവിടെ കാണാം. ക്വിക്ക് ഇറേസ് കൊടുത്ത സമയത്ത് നമ്മുടെ എൻജിൻ ലൈറ്റ് പോയി. ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ. നമ്മുടെ ഡിസൈർഡ് ആയിട്ടിലാണ് നമ്മൾ ഈ താഴെ കാണിക്കുന്നത് 753, ടോപ്പിൽ കാണിക്കുന്ന എൻജിൻ സ്പീഡാണ്. ഓക്കെ, നമ്മളിത് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ ECMന് കറക്റ്റായിട്ട് എയർ ഫ്യൂൽ റേഷ്യോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് 753യുടെ അടുത്തേക്ക് വന്ന് പോകുന്നുണ്ട് നമ്മുടെ എൻജിൻ സ്പീഡ്. ഓക്കെ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സ്കാനിങ് ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ശേഷം നമ്മൾ കാർ ഡെലിവർ ചെയ്യാൻ പോവുകയാണ് ടെസ്റ്റ് ഡ്രൈവിന് ശേഷം. മാരുതിയുടെ തന്നെ സ്ക്രീൻ വാഷ് ഇതിൽ ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് വൈപ്പേഴ്സൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് സ്ക്രീൻ വാഷ് ഒഴിക്കാം. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിലാണ് കാറിൻ്റെ. ആദ്യം തന്നെ നമ്മൾ ടൈം ഒന്ന് റീസെറ്റ് ചെയ്യുകയാണ്. നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തുകൊണ്ട് ടൈം മാറിയിട്ടുണ്ട്. നമ്മൾ ടൈം റീസെറ്റ് ചെയ്തു.
അങ്ങനെ നമ്മുടെ വർക്കെല്ലാം ഫിനിഷായി, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി. നമ്മുടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓണർ ഫസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാർ എടുക്കുന്ന സമയത്ത് വരുന്ന ഒരു വൈബ്രേഷനൊക്കെ ആയിരുന്നു. നമ്മൾ ഈ ത്രോട്ടിൽ ബോഡി ക്ലിയർ ചെയ്തതോടുകൂടി അത് കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഓടിക്കാൻ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്കിങ് നമുക്ക് സെയിം, നമ്മളൊരു പുതിയ കാർ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെയിം ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നമുക്ക് നല്ല പിക്കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. വണ്ടി പെർഫെക്റ്റ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.